ഞാനൊരു വലിയ രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. നമ്മളെല്ലാം മുറുകെ പിടിക്കുന്ന കൊടി ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂവർണ്ണ കൊടിയാണ്. എബി പാപ്പച്ചൻ ചേട്ടൻ്റെ പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അടുത്ത ദിവസങ്ങളിൽ ഈ സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അതിൽ നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് പാട്ടുകളിൽ വരികളിലൂടെയാണ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ തുടക്കം ഉച്ച സമയങ്ങളിൽ കുറിച്ചത്. രാജ്ഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ ഇന്ദിരയും, ധീര രക്തസാക്ഷികൾ, നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻ കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടും, നിങ്ങൾ തൻ കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടും. കോൺഗ്രസ് ആണു ഭാരതത്തിൻ മർത്യകോടി, നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം എന്ന് തുടങ്ങുന്ന ആ ഗാനങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാടാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ രാജ്ഘട്ടിൽ ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് താൻ ഒരു യോഗത്തിലേക്ക്, തൻ ദൈനംദിനം നടത്തിയിരുന്ന പ്രാർത്ഥനാ യോഗത്തിലേക്ക്, പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു യോഗത്തിൽ ഇരുന്ന് സമയം അല്പം താമസിച്ച കാരണം എന്നും നടന്നു പോയിക്കൊണ്ടിരുന്ന ആ മൈതാനത്തിലൂടെ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ നടന്നുപോയി ആ സർവമത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പോയ മഹാത്മാഗാന്ധിയുടെ ജീവനെടുത്ത ശക്തികൾ ഇന്നും ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുന്നതിന് വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ശക്തികൾക്കെതിരെ അന്ന് ഗാന്ധി നമുക്ക് പകർന്നു തന്ന, ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ, സത്യാഗ്രഹത്തിലൂടെ, അഹിംസയുടെ പാതയിലൂടെ നേടിയെടുത്ത ആ മതേതരത്വവും ജനാധിപത്യവും നമ്മൾ കാത്തുകൊള്ളാമെന്നെടുത്ത ദൃഢപ്രതിജ്ഞ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംഘപരിവാർ ശക്തികളോട് ഒന്നേ പറയുവാനുള്ളൂ. ഗാന്ധിയുടെ ജീവൻ കൊടുത്തത് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ തെരുവിൽ രക്തം ചിന്തേണ്ടി വന്നാൽ, തെരുവിൽ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ഓരോ കോൺഗ്രസുകാരനും ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുവാൻ, ആ ജീവൻ കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ജനസഭയിലേക്ക് ആളുകൾ, പ്രവർത്തകർ കടന്നു വന്നിരിക്കുന്നത്.